നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ? ഇവിടെ കുറേ മോൻ പോയതിന് ശേഷം ഇവിടെ നടക്കുന്നൊരു സംഭവമായത് കണ്ടേ. മോൻ്റെ മുറിലെ കട്ടിൽ കിടക്കുന്നത് കണ്ടോ? ഇതെന്നും ഞാൻ നല്ല വൃത്തിയായിട്ട് വിരിച്ചൊക്കെ ഇടും. പിന്നെ വരുമ്പോൾ അതാ ഇങ്ങനൊരു രംഗം കാണും, ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി. ഇതെല്ലാം നല്ലപോലെ ഞാൻ കവർ ചെയ്ത് വെക്കുന്ന. അപ്പോൾ എനിക്കിതൊന്നും മനസ്സിലാകത്തില്ല, ഇതെങ്ങനെ പറ്റുന്നതെന്ന്. അപ്പോൾ ഞാൻ പാവം ബ്രാൻഡിയെ സംശയിച്ചെന്ന് പറഞ്ഞ പോലെ ഞാൻ അച്ഛനെ സംശയിച്ച്. ഞാനൊത്തി എന്തെങ്കിലും കാണാതെ വരുമ്പോഴേ കുന്തം പോയാലും കുളത്തിലും തപ്പണമെന്ന് പറയത്തില്ല. ചിലപ്പോൾ വല്ലതും പേപ്പറോ എന്തെങ്കിലുമൊക്കെ കാണാതെ പോയെങ്കിൽ ഓടി വന്ന് വലിച്ചു പൊക്കുന്നതാണോ എന്ന് വിചാരിച്ച് ഞാൻ അച്ഛനുമായിട്ട് കുസ്തിയിടും. അപ്പോൾ എന്തെങ്കിലും എനിക്ക് വഴക്കും കിട്ടും. പിന്നെ ഞാൻ പിള്ളേരെ പോലാണെന്നൊന്നും ചോദിച്ചു. അപ്പോൾ ഇന്നാണ് എനിക്ക് മനസ്സിലായത്, ഈ മോൻ്റെ ഫോൺ വരുന്ന സമയത്തോ സന്ധ്യാസമയത്തോ ഒക്കെ ഈ അവൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ ഇവനിങ്ങനെ അപ്പുറത്തോട്ടും പോകും. അപ്പോൾ ഇന്ന് മോൻ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവൻ ഇപ്പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അവനെ കാണാതിരുന്നപ്പോൾ ഞാൻ ഓടി വന്ന് നോക്കി എന്ത് ചെയ്യുന്നു. നോക്കിയപ്പോൾ അതുകൊണ്ട് ഇതാ വേല. ഇത് കണ്ടോ, ഇങ്ങനെ ഇതിനകത്ത് കയറി. അപ്പോൾ അവൻ ഈ ബ്ലാങ്കറ്റ് ഇങ്ങനെ പുതച്ചൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ രാവിലെ മിക്കി വന്ന് ഇവനെ അതിൻ്റെ കീഴിൽ നിന്നാണ് എഴുന്നേൽപ്പിക്കുന്നത്. അതാ നോക്കിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മോനെ കാണാത്ത വിഷമം അവന് നല്ലപോലെ കാണും. അപ്പോൾ ആ ഓർമ്മ വരുന്നുണ്ട് ഓടി വന്ന് ഇതെല്ലാം വലിച്ചു പൊക്കി നോക്കുന്നതാണ്. ചേട്ടായി അതിനകത്തുണ്ടെന്നായിരിക്കും എൻ്റെ വിചാരം. ഇവരുടെയൊക്കെ മനസ്സിലുള്ള എന്താണെന്ന് നമുക്കറിയാവോ. എപ്പോഴും ഈ ഒരു പ്രതീക്ഷയായിരിക്കുമല്ലോ, അവനെ എപ്പോഴും ഓർമ്മ കാണും. അപ്പോൾ ആ കാണാതെ വരുമ്പോഴാണ് ഇങ്ങനെ കാണിക്കുന്നത്. കണ്ടോ മോനെ, അമ്മയുടെ ചക്രമോനെ, ചേട്ടായിയെ നോക്കിയതാണോ ഷീറ്റിൻ്റെ കീഴിൽ? ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് എന്തോ ഒരു ജീവനാണെന്നറിയാവോ. ഉണ്ട് അവനെന്തെല്ലാം. അപ്പം ഞങ്ങൾ എത്ര കളിപ്പിച്ചാലും അവനങ്ങ് പ്രതീക്ഷയോടെ ഇരിക്കുക. കണ്ടോ നോക്ക്, ചേട്ടായിക്ക് ഇന്നും പരീക്ഷയായിരുന്നു. അവൻ പരീക്ഷയൊക്കെ കഴിയാതെയും ഒന്നും വരുന്ന കാര്യമൊന്നും പറയാനൊക്കത്തില്ല. ഇവൻ്റെ ഈ ഓരോരോ കാര്യങ്ങൾ കാണുമ്പം ഞങ്ങളങ്ങ് ആഗ്രഹിക്കും അവനൊന്ന് വന്നിരുന്നെങ്കിലെന്ന്. വേണ്ട മുത്തേ, ചക്രമോനെ കിടക്കുന്നുണ്ട്. പണ്ടൊന്നും ഇതുങ്ങളെപ്പറ്റിയൊന്നും എനിക്ക് ഇത്ര കാര്യമായിട്ടൊന്നും അറിയത്തില്ലായിരുന്നേ, ഇവരുടെ സൈക്കോളജി. പക്ഷെ ഇപ്പോൾ എനിക്ക് നന്നായിട്ടറിയാം ഇവരെന്തോ ചിന്തിക്കുന്നതെന്ന്. പാവം. പോട്ടെ കേട്ടോ.